അപ്പോൾ ചെറുപ്പത്തിൽ എങ്ങനെയാണ് ഈ സംഗീതത്തോടുള്ള താല്പര്യം ഇക്കാക്കി വന്നത്? വീട്ടിലാരെങ്കിലും പാട്ട് പാടുമോ? എല്ലാവരും പാടും, എല്ലാവരും പാടുന്നു. എൻ്റെ മൂത്ത ബ്രദർ നന്നായിട്ട് പാടുന്ന ആളാണ്. പിന്നെ അവരൊക്കെ വളർന്നു വന്നൊരു സാഹചര്യം പാട്ടിൻ്റെ നിലയിലേക്ക് വളർന്നു വരാൻ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല അന്നത്തെ ഒരു കാലം. അപ്പോൾ അവർക്ക് പറ്റാത്തത് അവരെന്നിലൂടെ സാധിച്ചെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. കർണാട്ടിക് മ്യൂസിക് ആണ്. ഞാൻ RLVയിൽ പഠിച്ചു. RLV സ്റ്റുഡൻ്റ് ആണ്. ശരി. അത് ചെറുപ്പം മുതലേ എത്ര വയസ്സ് മുതൽക്കാണ് ഈ പാട്ട് പഠിച്ചു തുടങ്ങിയത് കർണാട്ടിക്? ഞാനൊരു 5ാം ക്ലാസ് തുടങ്ങിയിട്ട് പഠിച്ചു തുടങ്ങി. അന്ന് എന്നെ സംഗീതം പഠിപ്പിച്ചിരുന്നത് എൻ്റെ സ്വദേശം കെടാമംഗലം എന്ന് പറഞ്ഞ സ്ഥലം, നോർത്ത് പറവൂർ അതാണ് സ്ഥലം. അതിലോട്ട് വരാം, അവിടെ കുറേ സുവിശേഷതകളുള്ള സ്ഥലമാണെന്ന് എനിക്കറിയാം. അന്ന് ഈ ലോക പ്രശസ്തനായിട്ടുള്ള ഒരു നാടക നടനുണ്ടായിരുന്നു, VT അരവിന്ദാക്ഷമേനോൻ. അതായത് നാടകനിലയില്ലേ, അതായത് ഒരു സ്ഥലത്ത് തമ്പടിച്ചിട്ട് ഒരുപാട് നാടകങ്ങൾ ചെയ്യുന്ന ഒരു തിയേറ്റർ സെറ്റപ്പുള്ള ഒരു സംവിധാനമുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ടെലികാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും കൊടുങ്ങല്ലൂർ ഭാഗത്ത് നാടകനിലയത്തിൻ്റെ കലാനിലയം കണ്ട്, രക്തരക്ഷസ്, കടമറ്റത്ത് കത്തനാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ പ്രധാന നടനായിരുന്നു അദ്ദേഹം നല്ല നടനാണ്, നന്നായിട്ട് പാടും. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സരസമ്മ ടീച്ചറാണ് ആദ്യമായിട്ട് സംഗീതം പഠിപ്പിച്ചത്.